അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു വ്യക്തി വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, എന്നെ ഒന്ന് ഉപദേശിച്ചാലും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത മറുപടി, ഇത്തഖില്ലാഹ, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം, നന്മയിൽ നിന്ന് ഒന്നിനെയും നീ നിസ്സാരമായി തള്ളരുത് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അടുക്കൽ നിസ്സാരമെന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൽ വളരെ നിസ്സാരമെന്ന് തോന്നുന്ന ഒരു കാര്യം, അത് നന്മയാണെങ്കിൽ ഒരിക്കലും നമ്മളത് വിട്ടേച്ചു പോകാൻ പാടില്ല എന്ന ഒരു കാര്യമാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു ചരിത്രമാണ് പങ്കുവെക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് ഒരു കറുത്ത ഒരു സ്ത്രീയുടെ, ഒരു സ്വഹാബ വനിതയുടെ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. അവരെങ്ങനെയാണ് മഹത്വത്തിലേക്ക് എത്തിയത്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദ് വൃത്തിയാക്കുന്ന സ്ത്രീയായിരുന്നു അവർ. അങ്ങനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെക്കുറിച്ച് അന്വേഷിച്ചു. അവരെ കാണാനില്ല. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ജനങ്ങൾ അവർ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ അവരുടെ സ്ഥാനം ചെറുതായി കണ്ടു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഹദിയുടെ അഭാവം കണ്ടപ്പോൾ അവരെവിടെ എന്ന് അന്വേഷിച്ചു. അങ്ങനെ അന്വേഷിച്ച സമയത്ത് സഹാബത്ത് അവർക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൊടുത്ത മറുപടി, അള്ളാഹുവിൻ്റെ റസൂലെ, അവർ മരണപ്പെട്ടു, ഒരു രാത്രി മരണപ്പെട്ടു. ഞങ്ങൾ എന്ത് ചെയ്തു? അവരെ കബറടക്കുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് തിരിച്ചു പറയുകയാണ്, എന്തുകൊണ്ട് നിങ്ങൾ എന്നെ അറിയിച്ചില്ല? അപ്പോൾ സ്വഹാബികൾ പറഞ്ഞു, ഞങ്ങളതത്ര നിസ്സാരമാക്കി തള്ളി, അല്ലെങ്കിൽ വളരെ അതത്ര ഒരു പ്രാധാന്യപൂർവ്വം ഞങ്ങൾ കണ്ടില്ല. ആ പ്രവാചകൻ്റെ മറുപടി, എന്നാൽ അവളുടെ ഖബർ എനിക്ക് നിങ്ങൾ കാണിച്ചു തരിക. അങ്ങനെ സ്വഹാബത്ത് ആ മഹദിയുടെ ഖബർ കാണിച്ചു കൊടുത്തു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനടുത്ത് നിന്ന് നിസ്കരിക്കുകയും ചെയ്തത് നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ, വളരെ നിസ്സാരമെന്ന് ഒരു പറ്റം സഹാബത്ത് കരുതിയ ഒരു കാര്യം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ പ്രാധാന്യത്തോടു കൂടി എടുത്ത് പരിഗണിച്ചത് നമുക്ക് ഈ ഒരു ചരിത്രത്തിൽ നിന്ന് വായിക്കാൻ കഴിയും. അതോടൊപ്പം മറ്റൊരു കാര്യം സൂചിപ്പിക്കുവാനുള്ളത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഒരു മനുഷ്യൻ നടന്നു പോകുന്ന വഴിയിൽ ആളുകൾക്ക് ശല്യമുണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു മുള്ളിൻ്റെ ഒരു കൊമ്പുണ്ടായിരുന്നു. അങ്ങനെ ഈ മനുഷ്യൻ എന്ത് ചെയ്തു? അത് വെട്ടിമാറ്റി ജനങ്ങൾക്ക് പ്രയാസമില്ലാതെ നടന്നു പോകുന്ന രൂപത്തിലാക്കി. അള്ളാഹു സുബ്ഹാനഹു തആല ആ വ്യക്തിക്ക് പുറത്തു കൊടുത്തു എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ചരിത്രമാണ് നായ ദാഹത്താൽ മണ്ണ് കപ്പുന്നത്. അങ്ങനെ മണ്ണ് കപ്പുന്ന ഒരു വേളയിൽ ഒരു മനുഷ്യൻ ഇത് കാണുകയും അദ്ദേഹം തൻ്റെ ഹുഫയിൽ, അതിൻ്റെ ചെരുപ്പിൽ വെള്ളമാക്കി, ഷൂസിൽ വെള്ളമാക്കി ആ ഒരു മിണ്ടാപ്രാണിക്ക് കൊടുക്കുകയും അള്ളാഹു സുബ്ഹാനഹു തആല അതുവഴി അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. പറഞ്ഞു വരുന്നത് ഇതുമാത്രമാണ്, പ്രിയപ്പെട്ടവരെ, നന്മയിൽ നിന്ന് ഒന്നിനെയും നമ്മൾ എന്ത് ചെയ്യരുത്? നിസ്സാരമാക്കി തള്ളരുത്. അള്ളാഹുവിൻ്റെ അടുക്കൽ അത് വമ്പിച്ച പ്രതിഫലം കിട്ടുന്ന കാര്യമായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അടുക്കൽ ഇപ്പം നമ്മൾക്ക് ദിക്റുകൾ, നമുക്കറിയാം, ദിക്റുകൾ ഇഷ്ടംപോലെ ദിക്റുകൾ നമ്മൾ ഹൃദിസ്ഥമാക്കി വശപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ എത്ര പേർ അത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കുക. മാത്രമല്ല, ഒരൊറ്റ ഭാഗം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്താണ്? ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലടി, ആ കാലടിയുടെ ശബ്ദം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ വെച്ച് കേട്ടു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു സ്ഥാനത്തേക്ക്, ദറജയിലേക്ക് എത്താനുള്ള കാര്യം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു കൊടുത്ത ഒരു മറുപടി എന്ന് പറയുന്നത്, ഏതൊരു സമയത്തും വുളു എടുക്കുകയാണെങ്കിൽ, രാവിലെ ആകട്ടെ അതല്ലെങ്കിൽ പകലിലാകട്ടെ, ഏത് സമയത്ത് വുളു എടുക്കുകയാണെങ്കിലും ഞാൻ 2 റക്അത്ത് നിസ്കരിക്കാതെ ഞാൻ എന്ത് ചെയ്യില്ല? ആ വുളു ഉപേക്ഷിക്കുകയില്ല എന്ന് പറയുന്ന ഒരു കാര്യം. അതായത് എപ്പോൾ വുളു എടുത്താലും 2 റക്അത്ത് നിസ്കരിക്കുക, അത് പതിവാക്കിയ ആ ഒരു മഹാനവർകൾ
അവർക്ക് കിട്ടിയ പ്രതിഫലം എന്താണ്? സ്വർഗത്തിൽ അദ്ദേഹത്തിൻ്റെ കാലടിപ്പാടുകൾ കേട്ടു എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുമ്പോൾ, നന്മയായി എന്തൊക്കെയുണ്ടോ ഒന്നും നമുക്ക് നൽകാനില്ലെങ്കിലും ഒരു പുഞ്ചിരിയെങ്കിലും സ്വതക്കയായിട്ട് നമുക്ക് സമർപ്പിക്കാൻ കഴിയും എന്നുള്ളത് വലിയ നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചല്ലോ, നിങ്ങളൊരു കാരക്കച്ചുകൾ കൊണ്ടാണെങ്കിലും നിങ്ങൾ നരകത്തെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ കാര്യവും ഇതിനോട് ചേർത്ത് വെക്കുക. ചുരുക്കത്തിൽ നന്മയായി എന്തൊന്നുണ്ടോ അതിനെ നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. റഹ്മാനായ റബ്ബ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി, എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.